നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ചെയ്തു. ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. ഇതൊക്കെയാണ് ഏകോപനം. എന്തിന് ഏകോപനം? അല്ല, ഇവർ പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി പല നിർദ്ദേശങ്ങൾ നൽകി, അത് പക്ഷേ കമ്പനി പാലിച്ചില്ല. അങ്ങനെ കമ്പനി പാലിക്കാത്ത അല്ലല്ല, അതിനെ സംബന്ധിച്ച് നിങ്ങൾ കമ്പനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കിനും വേണ്ടി ആർഗിയാനല്ല. ഈ കാര്യത്തിൽ പരിസ്ഥിതി പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട പഠനങ്ങൾ, എടുക്കേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കും എന്ന് തന്നെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തിയ മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. ഇത് അത്തരത്തിൽ അന്വേഷണ വിധേയമാണ്. ഒറ്റ കാര്യം കൂടി, ഈ തുരങ്കപാതയ്ക്കെതിരെ നേരത്തെ വലിയ കോടതിയിലൊക്കെ സമീപിച്ച സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമം നടത്തിയെന്ന് പ്രകൃതി സംരക്ഷണ സമിതി അടക്കം വിമർശനമായിട്ട് പറഞ്ഞത്, ഹർജിയും വന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു വിമർശനത്തെ എങ്ങനെ? ആവശ്യമായ മുൻകരുതലുകൾ, പരിസ്ഥിതി പ്രാധാന്യം വയനാടിൻ്റെ എല്ലാവർക്കും അറിയാം. വയനാടിൻ്റെ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് ഞാൻ കുറച്ചുനാൾ വയനാട്ടിൽ കൃഷിപ്പണി എടുത്തതാണ്. ഇതൊക്കെ എന്നേക്കാൾ പരിചയം. വയനാടിൻ്റെ ചേർന്ന് കിടക്കുന്ന ജില്ലയിൽ നിന്നുള്ള ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ MLA. വയനാടിൻ്റെ ലാൻഡ് എത്രയോ എക്കോളജിക്കലി ഫ്രജൈലാണ് എന്നെല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇത് കാര്യങ്ങൾക്ക്.